എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാവുന്ന സമയത്ത് ഒരു തക്കാളി ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മാങ്ങയും പകുതി ഇതുപോലെ മുറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5-6 വെളുത്തുള്ളിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ രണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും റെഡി ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കി ചൂടാറി വന്നതിന് ശേഷം ആ ഒരു തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങയും തൊലിയിൽ നിന്ന് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ആ ഒരു പൾപ്പ് മാത്രമായിട്ട് എടുത്തിട്ട് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പും അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ അരിഞ്ഞതും മല്ലിയിലയും അല്പം പഞ്ചസാരയും അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ, ചെറുതായിട്ടൊന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോ മാംഗോ ചട്നി റെഡി ആയിട്ടുണ്ട്. ചോറിലേക്കോ ചപ്പാത്തിയിലേക്കോ ദോശയിലേക്കോ ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിക്കോളും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.